ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടണം. അന്നേരം ഇന്നൊരു മെയിൻ്റെനൻസ് കഴിഞ്ഞതേ ഉള്ളൂ. അന്നേരം അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇടാമെന്ന് വെച്ച്. നല്ലൊരു മെയിൻ്റെനൻസ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മളെന്തായാലും നോക്കിയിട്ടില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം ഏതൊക്കെ പ്ലേസിനൊക്കെ ആഡ് ചെയ്ത് എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ്. നിങ്ങൾക്ക് ഈ ഒരു മെയിൻ്റെനൻസ് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. നമുക്ക് നോക്കാം ഏതൊക്കെ പ്ലേസൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ നല്ല പ്ലേയേഴ്സൊക്കെ ആയിട്ടാണ് വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യം ഈ ഒരു സ്പാനിഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറഞ്ഞൊരു പാക്കാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് സിഡോർഫ് ഉണ്ട് ഗൈസ്. സിഡോർഫ് നല്ലൊരു പ്ലെയർ തന്നെയാണ്. സിഡോർഫ്, തിയാഗോ അൽക്കാൻഡാറ, പിന്നെ ടാക്കിഫൂസ, കൂബോ, നല്ലൊരു പാക്ക് തന്നെയാണ്. 150 പ്ലെയേഴ്സ് അടങ്ങുന്ന ഒരു പാക്കാണ് സ്പാനിഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സ്. നമ്മൾ സിഡോർഫ് ആണെങ്കിൽ സിഡോർഫ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നല്ലൊരു 20 വയസ്സുള്ളൊരു കാലമാണ് സിഡോർഫിൻ്റെത്. യങ്ങാണ് ഗൈസ്. യങ്ങായതുകൊണ്ട് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ കാണും. ബോക്സ് ടു ബോക്സ് ആണ് CMF. പിന്നെ ഡബിൾ ബൂസ്റ്റർ, കൗണ്ടറാണ്. മാർസിലേറ്റൻ, ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ലോ സ്ക്രീമർ, വൺ ടച്ച് പാസ്, ത്രൂ പാസിങ്, ഫിനമിൽ പാസ്, മാൻ മാർക്കിംഗ്, ഇൻ്റർസെപ്ഷൻ, ബ്ലോക്കർ. ഇത്രയാണ് എൻ്റെ പ്ലേ സ്റ്റൈൽസ് എന്ന് പറയുന്നത്. നല്ലൊരു പ്ലെയർ തന്നെയാണ് സിഡോർഫ്. പിന്നെ തിയാഗോ അൽക്കാൻഡാറോ, ഇതൊരു നല്ലൊരു കാർഡ് തന്നെയാണ്. ഈ തിയാഗോടെ വന്നേക്കുന്നത് 21 വയസ്സുള്ള ഒരു കാർഡാണ് തിയാഗോടെ വന്നേക്കുന്നത്. എന്നുവെച്ചാൽ ഓർക്കസ്ട്രേറ്ററാണ്. ഓർക്കസ്ട്രേറ്റർ ഡബിൾ ബൂസ്റ്റർ ടെക്നിക്കാണ് വന്നേക്കുന്നത്. ഡബിൾ ബൂസ്റ്റർ ഫസ്റ്റ് ടെക്നിക്കാണ് വന്നേക്കുന്നത്. ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ആൻഡ് ഫ്ലാപ്പ്, മാർസിലേറ്റൻ, സോൾ കൺട്രോൾ, വൺ ടച്ച് പാസ്, ത്രൂ പാസിങ്, ഔട്ട്സൈഡ് കളർ, നോ ലുക്ക് പാസ്, വിഷണറി പാസ്, ലോ ലോഫ്റ്റഡ് പാസ്. നല്ലൊരു കാർഡനാണ് സിഡോർഫ് ആൻഡ് തിയാഗോ. ഇനി കുബോ ഉണ്ട്. കുബോയുടെ 22 വയസ്സുള്ള കാർഡ്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ, അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. ബോൾ ക്യാരിങ് ആണ് ബൂസ്റ്റർ വന്നേക്കുന്നത്. ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ആൻഡ് ഫ്ലാപ്പ്, സോൾ കൺട്രോൾ, മൊമെൻ്റം ഡ്രിബിളിങ്, ലോങ് റേഞ്ച് കേളർ, വൺ ടച്ച് പാസ്, ത്രൂ പാസിങ്, പിൻ പോയിൻറ്റ് ക്രോസിങ്, ഔട്ട്സൈഡ് കേളർ, ഫിനോമിനൽ പാസ്. കിടിലൻ ഒരു കാർഡ് തന്നെയാണ്. 3 പേരെ വന്നേക്കുന്നത്. സിഡോർഫിൻ്റെ ആയാലും തിയാഗോയുടെ ആയാലും കുബോയുടെ ആയാലും 3 നല്ലൊരു കാർഡ് തന്നെയാണ്. എന്നാലും എനിക്കൊരു ടാർഗറ്റ് കിട്ടണമെന്നുള്ളൊരു ടാർഗറ്റ് ആയിട്ടുള്ളത് സിഡോർഫിനെ മാത്രമാണ്. കാരണം സിഡോർഫ് ഒരു യങ് കാർഡാണ്. സിഡോർഫ് ഇപ്പോഴത്തെ കാർഡ് തന്നെ സിഡോർഫിൻ്റെ വിഷയം കാർഡാണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ നല്ലൊരു യങ് ആയിട്ട് വരുമ്പം നല്ല സ്പീഡും ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ വരും. എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളൊരു കാർഡ് സിഡോർഫാണ്. ടാർഗറ്റ് സിഡോർഫാണ്. നിങ്ങളുടെ ടാർഗറ്റ് ആരാ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്ക്. ഈ ഒരു പാക്ക് പിന്നെ ബ്രസീലിയൻ ലീഗ് എന്ന് പറഞ്ഞൊരു പാക്ക് വന്നിട്ടുണ്ട്. അറസ്കാറ്റ അതിനകത്ത് ബിഗ് ടൈം എപ്പിക് ബിഗ് ടൈമാണ് അറസ്കാറ്റ. 31 വയസ്സുള്ള കാർഡ്. ഹോൾ പ്ലെയർ ആണ്. പൊസിഷൻ ഏതാ? AMF ആകാശ് പൊസിഷൻ. ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് കേളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, വൺ ടൈം ഷോട്ട്, ഫിനോമിനൽ ഫിനിഷിങ്, ത്രൂ പാസിങ്, പിൻ പോയിൻറ്റ് ക്രോസിങ്, ഔട്ട്സൈഡ് കേളർ, ഫിനോമിനൽ പാസ്, സൂപ്പർ സബ്. ഇതെല്ലാം കിടിലൊരു കാർഡാണ് അറസ്കാറ്റയുടെ. എനിക്ക് ബ്രസീലിയൻ ലീഗിൽ നല്ലൊരു കാർഡായിട്ട് തോന്നി അറസ്കാറ്റയുടെ മാത്രമേ ഉള്ളൂ. വേറെ കാർഡൊക്കെ ഷോർട്ട് ടൈം ആണെങ്കിലും ഒരു കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. എന്നാലും അറസ്കാറ്റയാണ് നല്ലൊരു കാർഡിനകത്ത്. പിന്നെ വന്നേക്കുന്നത് ടൊമോക്കി ഹയാക്കാവ. അതും എപ്പിക് ബിഗ് ഗോൾ കീപ്പറാണ് ഗൈസ്. എന്നാലും കുറച്ച് പാക്കൊക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നല്ലൊരു പാക്കായിട്ട് തോന്നുന്നത്, ഇവർ ആഡ് ചെയ്ത കൂട്ടത്തിൽ നല്ലൊരു പാക്കായിട്ട് തോന്നുന്നത് ഇതാണ്, ഈ ഒരു സ്പാനിഷ് ലീഗ് മിഡ്ഫീൽഡേഴ്സ്. പിന്നെ ഈ ഒരു ബ്രസീലിയൻ ലീഗിൽ നല്ലതായിട്ടുള്ളത് അറസ്കാറ്റ മാത്രം. നിങ്ങൾക്ക് ഈ ഒരു മെയിൻ്റെനൻസ് എങ്ങനെയുണ്ട്, നല്ലതാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മാച്ചൊന്നും ഈ ഒരു വീഡിയോ നമ്മൾ മാച്ചൊന്നും കളിക്കുന്നില്ല. അടുത്ത വീഡിയോ നമുക്ക് മാച്ചൊക്കെ സെറ്റാകും ഗൈസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഈ മെയിൻ്റെനൻസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. ഫ്രീ സ്പിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. മറ്റേ ഇതിൻ്റെ സെലക്ഷൻ കോൺട്രാക്റ്റ് ഒക്കെ ഉള്ളതുണ്ടല്ലോ ഫെസ്റ്റീവ് സീസണിൻ്റെ ഫ്രീ സ്പിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ ഇത് കറക്കുന്നില്ല. ഇതെല്ലാം കൂട്ടി വെച്ച് കറക്കുന്നതാണ് ഗൈസ് ബുദ്ധി. അല്ല ഒരെണ്ണം വെച്ച് കറക്കാൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ഈ ഒരു പാക്കിൽ നിന്ന് ആരെ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്. ഈ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് ചെയ്ത് ഞാൻ എന്തായാലും സൈറ്റിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ ലെഫ്റ്റ് ബാക്ക് വീക്കാണ് ഗൈസ്. കലഫ്യൂൽ എന്തോ ലെഫ്റ്റ് ബാക്ക് കിടക്കുന്നത്. അല്ല നിങ്ങൾ ആരെയാണ് എടുക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. എൻ്റെ ടീം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം.
അത്യാവശ്യം നല്ല നമ്മൾ ബിൽഡാക്കിയിട്ടുണ്ട്, ടീം ബിൽഡാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. ഗട്ടൂസോ ഉണ്ട്, ഒലിവർ ഖാൻ ഉണ്ട്, മാർക്കിനസ് ഉണ്ട്. എനിക്ക് ഗട്ടൂസോനെ മറ്റേ ഫ്രീ സ്പിന്നി അടിച്ചതാണ് ഗൈസ്. അതായത് ഇറ്റാലിയൻ ലീഗ് ഗാർഡിയൻസ് അങ്ങനെന്തോ എന്തോ അതിൻ്റെ പേര് പറഞ്ഞു ആ ഒരു ബാക്കിൻ്റെ. ഇത് ആ ഒരു ബാക്കിൽ ഫസ്റ്റ് നമ്മൾ ഫ്രീ സ്പിന്ന് കിട്ടുമ്പം അതിനകത്തുനിന്ന് ഫസ്റ്റ് ഫ്രീ സ്പിന്നിൽ തന്നെ എനിക്ക് അടിച്ചതാണ് ഗൈസ് ഗട്ടൂസോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഫ്രീ സ്പിന്നി ഗട്ടൂസോ അടിക്കുമെന്ന്. ഞാൻ ടാർഗറ്റും ആ ഒരു ഫ്രീ സ്പിന്നി ഗട്ടൂസോ തന്നെ ആയിരുന്നു. ഗട്ടൂസോ എനിക്ക് കിട്ടി. പിന്നെ ഉള്ളത് മാർക്കിനോസ്, മറ്റേ ഷോർട്ട് ടൈം ഫ്രീ ആയിട്ട് സെലക്ഷൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നത്. അതിനകത്ത് നല്ലൊരു പ്ലെയർ എനിക്കായിട്ട് തോന്നിയത് മാർക്കിനോസ് ആണ്. അങ്ങനെ നമ്മുടെ ഡിഫൻസ് നല്ല അത്യാവശ്യം കുഴപ്പമില്ല ഡിഫൻസ്. എനിക്ക് കലഫ്യൂരിയിലാണ് ജസ്റ്റ് ഒരു പേടി. കലഫ്യൂരി ചില സമയത്ത് ഫോം ഔട്ടായിരിക്കും ഗൈസ്. സി ഫോമാണ് കലഫ്യൂരി. മാർക്കിനോസ് സി ഫോം, ഹക്കീമി സി ഫോം. എന്തായാലും കുഴപ്പമില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലംബാർഡ് മറ്റേ ഇത് പണ്ട് മറ്റേ റൊണാൾഡീനോ ബിഗ് ടൈം റൊണാൾഡീനോ ഒക്കെ വന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നായിരുന്നു. ഫ്രീ സ്പിന്നിന് എനിക്ക് ലംബാർഡിനെ അടിച്ച്. പിന്നെ റൊസിക്കിനെ ട്രഷർ ലിങ്ക് വന്നപ്പോൾ ട്രഷർ ലിങ്കിന് ഒരു സ്പിന്നില്ലായിരുന്നു. ആ ഒരു സ്പിന്നിൽ എനിക്ക് അടിച്ചാണ് ട്രഷർ ലിങ്കിൽ ആ ഒരു പാക്കിൽ നിന്ന് അടിച്ചാണ് റൊസിക്കി. നല്ലൊരു കാർഡനാണ് റൊസിക്കിയുടെ. പിന്നെ കൊച്ചു ഡെയിലി ഗെയിം കൂടെ അടിച്ചത്. ഡെയിലി മറ്റേ റൈഗാർഡിൻ്റെ കൂടെ വന്നില്ലായിരുന്നു കൊച്ചു. ആ ഒരു സമയത്ത് റൈഗാർഡിനെ എനിക്ക് അടിച്ച. റൈഗാർഡ് ചെറുതായിട്ട് റെഡ് കാർഡ് കിട്ടി, ഇതിനകത്ത് കിടക്കുവാണ്, പുറത്തു പോയിരിക്കണം, ഇജക്റ്റഡ് ആയിരിക്കുവാണ് റൈഗാർഡ്. കണ്ടാ റൈഗാർഡ് ഇജക്റ്റഡ് ആയിരിക്കുകയാണ് ഗൈസ്. കണ്ടാ റെഡ് കാർഡ് മേടിച്ച് ഇവിടെ ആങ്കർമാനാണ്. ഇത് അത്യാവശ്യം കിട്ടിയ ഒരു ഗാർഡനാണ് റൈഗാർഡിൻ്റെത്. നല്ലൊരു ഗാർഡനാണ്, നല്ല ഇമ്പാക്റ്റ് ഇടുന്ന പ്ലെയറാണ് റൈഗാർഡിൻ്റെ ഈ കാർഡ്. പിന്നെ എനിക്ക് ആരടിച്ചത് ഒക്കസാക്കിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കസാക്കി അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കൊണാമി കാണിച്ചൊരു മണ്ടത്തരം ഞാൻ കാണിച്ചു തരാം. ഡമ്മി റണ്ണർ ഒന്നാമത്തെ മണ്ടത്തരം, രണ്ടാമത്തെ മണ്ടത്തരം ഞാൻ കാണിച്ചു തരാം. സെക്കൻഡ് സ്ട്രൈക്കറാണ്. സെക്കൻഡ് സ്ട്രൈക്കറിനുള്ള സ്പെഷ്യൽ സ്കില്ലാണ് ലോങ് റേഞ്ച് ടാക്കിൾ. അത് സെക്കൻഡ് സ്ട്രൈക്കറിന് ആ ഒറ്റ മണ്ടത്തരേ കാണിച്ചിട്ടുള്ളൂ. ബാക്കി ഫിനിഷിംഗ് ഒക്കെ പക്കാ ഫിനിഷിംഗ് ആണ്, കിഡിലെ ഫിനിഷിംഗ് ആണ്. പിന്നെ മുക്താർ ദഹാരി ഇവൻ മറ്റേ 900 കോയിൻ ഇറക്കും, മറ്റേ പാക്കിൽ 900 ഇറക്കുമ്പോൾ സെലക്ഷൻ കൊണ്ടായിട്ടിട്ടുന്ന ആ ഒരു ഇതാണ് ദഹാരിന. പിന്നെ എൽഹാജി ഡയോഫ് എല്ലാവർക്കും കിട്ടുന്നതാണ്, മറ്റേ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലെയർ. പിന്നെ സ്കോൾസിന് ഞാൻ സെലക്ഷൻ കൊണ്ടായിട്ടുള്ള സമയത്ത് എടുത്തതാണ്. മറ്റേ ഡിയാഗോ ഫോർലാൻ കന്നവാലും ഒക്കെ വന്നില്ല സെലക്ഷൻ കൊണ്ടായിട്ട്, ആ ഒരു സമയത്ത് എടുത്തതാണ് സ്കോൾസിന്. പിന്നെ അത്രയൊക്കെ ഉള്ള എൻ്റെ ടീമെന്ന് പറയാനായിട്ട്. ഞാൻ ഫിനോമിനൽ മിസ്സിങ് ലെവൻഡോസ്കി ഗൈസ്. ഫിനോമിനൽ മിസ്സിങ് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് എന്നെ ഏറ്റവും വെറുപ്പിച്ചിട്ടുള്ള കാർഡാണ് ലെവൻഡോസ്കിയുടെ ഈ ഒരു കാർഡ്. 1v1 സിറ്റുവേഷനൊക്കെ വരുമ്പം അടിച്ച് പുറത്ത് കളയും ഗൈസ്. അതാണ് ഫിനോമിനൽ ഫിനിഷിങ് ലെവൻഡോസ്കിയുടെ. എല്ലാവർക്കും ഈ ഒരു കാർഡ് പൊതുവേ ഒരു ദേഷ്യമാണ് ഈ ലെവൻഡോസ്കി ഈ ഒരു ഷോർട്ട് ടൈം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് സബ് കിട്ടുന്നത്. സബിലെങ്കിലും കിടക്കട്ടെ. എൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3149 സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ഒന്നാമത്തെ കാര്യം ഗട്ടൂസോനെ പിടിച്ച് സെൻറ്റർ ബാക്ക് ഇട്ട്, പിന്നെ റൈഗാർഡ് പുറത്തിരിക്കുന്നത്, അതാണ് 34 ആയത്. അല്ലെങ്കിൽ 49 കിടന്നേനെ. പിന്നെ മാനേജർ കാപ്പല്ലോ ആണ് മാനേജർ. കിടില മാനേജർ, അത്യാവശ്യം വൺ ഓഫ് ദി ബെസ്റ്റ് മാനേജർ തന്നെയാണ് കാപ്പല്ലോ എനിക്ക് തോന്നിയിട്ടുള്ളതിൽ. പിന്നുള്ളത് വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ ടീമിൻ്റെ പ്രൊഫൈൽ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് പ്രൊഫൈല്. നമ്മളിപ്പോൾ ഡിവിഷൻ 2-ലാണ് നിൽക്കുന്നത്. 4 വട്ടം ഞാൻ ഡിവിഷൻ 2 അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീസണിൽ ഡിവിഷൻ 2 ആണ്. അന്നേരം 5ാമത്തെ വട്ടം നമ്മൾ ഡിവിഷൻ 2 ബാഡ്ജ് കിട്ടും ഈ ഒരു സീസൺ കഴിയുമ്പം, ഈ ഒരു ഫേസ് കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ല പാടാനായിരുന്നു ഈ ഒരു ഫേസ്. നല്ലപോലെ കഷ്ടപ്പെട്ടു ഗൈസ്. ഡിവിഷൻ 2 എങ്കിലും അടിക്കാൻ നല്ലപോലെ കഷ്ടപ്പെട്ടു ഞാൻ ഈ ഒരു ഫേസിൽ. നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ഇട്ടേക്ക്. പിന്നെ ഡിവിഷൻ 3 ബാഡ്ജ് 3 ഡിവിഷൻ 3 ബാഡ്ജ് ഉണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ബാഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു മെയിൻ്റനൻസ് കുഴപ്പമില്ലാത്തൊരു മെയിൻ്റനൻസ് എന്ന് പറയാം. എന്നാലും നല്ലൊരു പാക്കായിട്ട് ഈ ഒരു പാക്ക് ഇറക്കുമ്പോൾ ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടിയത് തന്നെ പൊളിയാക്കി ഗൈസ്. നിങ്ങളാരെങ്കിലും ഇത് കറക്കിയോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ഇട്ടേക്ക്.
അതോ ഇനി നിങ്ങൾ സേവ് ചെയ്യുവാണ് കോയിൻസ്? ഞാൻ എന്തായാലും സേവ് ചെയ്യുവാണ് കോയിൻസ്. ഓൺലൈനാക്കി നല്ല ടഫ് വരുമ്പോൾ കറക്കാമെന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതാണ് ഞാൻ ഡിവിഷൻ 2 അടിച്ചത്. ഡിവിഷൻ 2-ൽ 1500 ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ ഇത് ഡിവിഷൻ 2 അടിച്ചു കഴിഞ്ഞ് 2-3 കളി കളിച്ച് കഴിഞ്ഞപ്പം 1550 വന്നായിരുന്നു. പിന്നെ 2-3 കളി വെച്ച് പിന്നെയും കുറഞ്ഞ് തോറ്റപ്പം 1500 പിന്നെ നോക്കിയപ്പോൾ ഇത് എഴുതി കാണിച്ചായിരുന്നു. ഇനി കളിച്ച് തോറ്റ് കഴിഞ്ഞാൽ ഡിവിഷൻ 3-ലോട്ട് റെലഗേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കളിക്കുന്നില്ല ഗൈസ്. ഈ ഒരു സീസൺ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കളിക്കുന്നില്ലേ. അന്നേരം നമ്മുടെ മെയിൻ്റെനൻസൊക്കെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.